ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നം സിനിമയിലെ വയലൻസുകളാണ്. അതിന് മാർക്കോ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്നത്. മാർക്കോയ്ക്ക് സെൻസർഷിപ്പ് കൊടുത്തതിന്റെയും മറ്റുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും അങ്ങിങ്ങായി നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മാർക്കോയെ TV ചാനലുകളിൽ പ്രദർശിപ്പിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എല്ലാവരും അതിശയത്തോടെ നോക്കുന്നത് എമ്പുരാനെയായിരുന്നു. എമ്പുരാനും ചിത്രത്തിന്റെ സെൻസറിങ്ങിന് കൊടുത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം. ഇപ്പോഴത്തെ ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എമ്പുരാൻ സെൻസറിങ് കഴിഞ്ഞു, UA സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്ന വിവരങ്ങൾ വരികയാണ്. മാർക്കോയിലെ വയലൻസിനെ ചൊല്ലി സെൻസർ ബോർഡിൽ കലാപം നടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം എമ്പുരാന്റെ സെൻസറിംഗ് പൂർത്തിയാക്കി. 3 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. 3 മണിക്കൂർ ദൈർഘ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതും. UA സർട്ടിഫിക്കറ്റ് എന്തായാലും ആശ്വാസം തന്നെയാണ്. വലിയ കത്രികകൾ വെച്ചിട്ടില്ല എന്നത് ഉറപ്പിക്കാം. പക്ഷേ ചിത്രത്തിന്റെ ദൈർഘ്യം 3 മണിക്കൂർ എന്ന് പറയുന്നത് ഗംഭീര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ചിത്രത്തിൽ എന്നത് ഉറപ്പാണ്. എമ്പുരാനുമായി ബന്ധപ്പെട്ട പല അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുന്നിലേക്ക് എമ്പുരാന്റേതായി ഇനി പാട്ടുകളും ട്രെയിലറും ഒക്കെ എത്താനുണ്ട്. കൂടാതെ ചില സർപ്രൈസിംഗ് സംഭവങ്ങളും വരാനുണ്ട് എന്നും മൂവി അനലിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നു. എമ്പുരാൻ ബിഗ് സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. അതിനപ്പുറം സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഈ ചിത്രം ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് എത്തുകയാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സാക്ഷാൽ മഞ്ജു വാര്യറാണ്. ഒരു അഭിമുഖത്തിലാണ് താരം ഇതേക്കുറിച്ച് സംസാരിച്ചത്. വളരെ രസകരമായ കഥാപാത്രമാണ് തന്റേതെന്നും മഞ്ജു പറയുന്നുണ്ട്. ലൂസിഫർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എമ്പുരാൻ ബിഗ് സ്ക്രീനിൽ കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ കഥാപാത്രം വളരെ രസകരമാണ് എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. തന്റെ കരിയറിലെ 2ാം ഘട്ടത്തിൽ വലിയ താരങ്ങൾക്കൊപ്പം സിനിമ ചെയ്യാനുള്ള കാരണവും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട്. കഥയിൽ എന്റെ കഥാപാത്രം എത്രത്തോളം പ്രധാനമാണ് എന്നാണ് ഞാൻ നോക്കുന്നത്. വലിയ സെറ്റിൽ ഭാഗമാകുക എന്നതല്ല എന്റെ വിഷയം. കഥയിൽ എന്റെ കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം, മഞ്ജു വാര്യർ വ്യക്തമാക്കി. കൂടാതെ എമ്പുരാൻ വരുമ്പോൾ മോഹൻലാൽ ആരാധകർക്ക് മാത്രമല്ല മമ്മൂട്ടി ആരാധകർക്കും ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. മമ്മൂട്ടിയുടെ സർപ്രൈസ് റോളൊന്നുമല്ല എമ്പുരാനിൽ വരാൻ പോകുന്നത്. പക്ഷേ മമ്മൂട്ടിയും ഈ സിനിമയിൽ എത്തുന്നുണ്ട്. മമ്മൂക്കയുടെ ബസൂക്കയാണ് ആ ഒരു ആഘോഷത്തിന് വകവെക്കുന്നത്. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് റോളിലെത്തുന്ന ഗെയിം ത്രില്ലർ ചിത്രം ബസൂക്കയ്ക്ക് വേണ്ടി ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഡിനോയ് ഡെന്നീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ഏപ്രിൽ 10 റിലീസിനൊരുങ്ങുന്ന സിനിമയുടെ ട്രെയിലർ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. മാർച്ച് 26 സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ച് നടക്കുമെന്നാണ് സിനിമ അനലിസ്റ്റുകൾ നൽകുന്ന വിവരം. മാത്രമല്ല മാർച്ച് 27 റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാനൊപ്പം തിയേറ്ററുകളിൽ ബസൂക്കയുടെ ട്രെയിലറും പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന. എമ്പുരാനിൽ മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യങ്ങൾക്കിടയിൽ സിനിമയ്ക്കൊപ്പം ബിഗ് സ്ക്രീനുകളിൽ ബസൂക്ക ട്രെയിലർ കാണാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. അതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർ പറയുന്നുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ബസൂക്കയ്ക്കും എമ്പുരാനൊപ്പം എത്തുമ്പോൾ വലിയ പ്രയോജനം ലഭിക്കും എന്നത്. ഏറ്റവും വലിയ ഹൈപ്പിലും ഇൻട്രസ്റ്റിലും വരുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ കൂട്ടത്തിൽ ബസൂക്കയുടെ ട്രെയിലറും എത്തിയാൽ അത് ബസൂക്ക എന്ന സിനിമയ്ക്ക് പ്രയോജനമാകുമെന്ന് അവർ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു. മലയാളത്തിലെ എക്കാലത്തെ മികച്ച തിരക്കഥാ രചയിതാക്കളിൽ ഒരാളായ കലൂർ ഡെന്നിസിന്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ഡിനോയ് ഡെന്നിസ് എന്നതും ബസൂക്കയുടെ പ്രത്യേകതയാണ്.